കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ആപ്പിന്റെ പേരാണ് ആസ്ട്രോടോക്ക്. നമ്മൾ ഇതിനു മുൻപ് തന്നെ ഈ ഉഡായിപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ തന്നെ. ഇന്ത്യയിലുടനീളം വളരെ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ തൊട്ട് വലിയ താരങ്ങളെ, സിനിമാ നടന്മാരെ വരെ വെച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത്രയും ഇന്ത്യയിൽ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ആസ്ട്രോടോക്ക്. ഇവരുടെ പരസ്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. പരസ്യങ്ങൾ സാധാരണ ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പരസ്യമായിട്ട് തോന്നത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന വ്ളോഗേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ്, ഈ സോക്കാൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരു ഏട് ആയിട്ട് കാണിച്ചാണ് ഇവരുടെ പരസ്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുകയാണെന്നാണ് ഇത് കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ ആണെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവാത്തൊരവസ്ഥ വരും. ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? ഇത് വിശ്വസിക്കുകയും ചെയ്യും. അയ്യോ, ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ആസ്ട്രോടോക്ക് ഉപയോഗിച്ചിട്ട് അവർ വരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവരതുപോലെ ചെയ്തപ്പോൾ അവർക്ക് നല്ലത് വന്നു. ഇത് ആളുകൾ വിചാരിക്കും. ആ രീതിയിലാണ് കള്ളത്തരങ്ങൾ ഒരു സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്ന പോലെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ചതിക്കുഴികളിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, 2 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടു. ഇതാണ് പുള്ളിക്കാരത്തിന്റെ യൂട്യൂബ് അക്കൗണ്ട്. ഇവരെ ഒരുപാട് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഏഷ്യാനെറ്റിനകത്ത് 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കഥാപാത്രമായിട്ടാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാനങ്ങനെ സീരിയൽ കണ്ടിട്ടൊന്നുമില്ല. എവിടെ സീരിയലിനകത്ത് ഇവരെ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു ഗൈസ്. അതിനിടയിൽ ഭയങ്കര സ്വാഭാവികമായിട്ട് ഇവർ വീട് വെക്കാൻ നേരത്തുണ്ടായ പ്രശ്നങ്ങൾ, അത് അവരെങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ ഭയങ്കര മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തത് ആസ്ട്രോടോക്ക് ആപ്പാണെന്നാണ് ഇവർ പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകും. അത്ര നാച്ചുറൽ ആക്ടിങ് ആണ്. ഈ കൂട്ടത്തിൽ റീസെന്റ് ആയിട്ട് മലയാളത്തിൽ ചെയ്തേക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഈ പറയുന്ന ശ്രീകുട്ടി മാത്രമല്ല, പ്രമുഖരായിട്ടുള്ള നടിമാർ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിലെ നൂറ വരെ ഇത് ചെയ്തിട്ടുണ്ട്. നൂറ മുസ്കാൻ. അതിലോട്ടൊക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് ശ്രീകുട്ടി ചെയ്ത വീഡിയോ കാണാം. ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. നമ്മൾ ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്കൊക്കെ അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കില്ലേ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും. പല സ്ഥലങ്ങളും കാണുമ്പോൾ ചിലപ്പോൾ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നമുക്ക് ബഡ്ജറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന കാര്യം കയ്യിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്റെ പൊന്ന ആസ്ട്രോടോക്കുകാരൻ, നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ഇത്ര കാലമായിട്ട് ഈ സെയിം സാധനം തന്നെ നിങ്ങൾ ഓടിക്കുന്നു. വീട് വെക്കാൻ വേണ്ടി പോകുന്നു, സ്ഥലം റെഡിയാവുന്നില്ല, പൈസ ശരിയാവുന്നില്ല, അങ്ങനെ അവർ ഭയങ്കര പ്രശ്നത്തിലാവുന്നു, അവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നു, പെട്ടെന്ന് കടം കയറി വരുന്നു. അന്നേരം പെട്ടെന്ന് അമ്മ പറഞ്ഞിട്ട് ഒരു ആസ്ട്രോടോക്കിനെ പോയി കാണുകയാണ്. അന്നേരം അവർ കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ ചെയ്യുന്നു, അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു, അവർ ഹാപ്പി ആവുന്നു. ഇതാണ് സ്ക്രിപ്റ്റ്. ബാക്കി കൂടെ കേൾക്കാം, അപ്പൊ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. കോമഡിയാ. കുറേ തടസ്സങ്ങൾ. ഇപ്പൊ വീട് വാങ്ങാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാലും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. ഈ അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നതിനകത്ത് സ്ഥിരം പരിപാടിയാ. ഈ 60,000 അഡ്വാൻസ് കൊടുത്ത കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോ. വേറെ സാധനം ഇതുപോലത്തെ ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേ അല്ല, അതങ്ങ് ക്യാൻസൽ ആയിട്ട് ആ 60,000 രൂപയും വെള്ളത്തിലായിട്ട് പോകും. സ്വാഭാവികം പോകും. ഇതുപോലെ കുറെ ആൾക്കാരുടെ പോയിട്ടുണ്ട്. ഈ ആപ്പ് ചെയ്യുന്ന എല്ലാവരുടെ അഡ്വാൻസ് ഇതുപോലെ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ അതുകൂടി ആയപ്പോ ആകെ കൂടി ഒരു വിഷമമായി. പിന്നെ നമ്മള് അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ളൊരിതായി. ശരിക്കും പറഞ്ഞാൽ ഈ വീടാവുന്നതിന് മുന്നേ ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേറെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു ഒറിജിനാലിറ്റി. ചിലപ്പോൾ ഈ പറയുന്നത് എന്തെങ്കിലും ചിലപ്പോൾ ശരിയുണ്ടാവും. അത് ഇവർ ഈ ആസ്ട്രോടോക്ക് ആപ്പ് കാരണമൊന്നും ആയിരിക്കത്തില്ല. ഇവരുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും ഒരു ചെറിയ സംഭവത്തെ എക്സാജറേറ്റ് ചെയ്ത് അതിന്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി പറയുന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം, അമ്മയുടെ ഇൻഫ്ലുവൻസ്.
അപ്പോൾ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അമ്മയെ പറയത്തോള്, ജസ്റ്റ് ഒരു ആസ്ട്രോളജർ ആയിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം അമ്മ ആസ്ട്രോളജർ എന്ന് പറയത്തില്ല, ജ്യോത്സ്യരെന്നേ പറയാറുള്ളൂ അമ്മമാരൊക്കെ. പക്ഷെ ഇവിടെ ആസ്ട്രോളജറിനെ പറയത്തുള്ളൂ. കാര്യം എന്നാലേ ആസ്ട്രോളജർ, ആസ്ട്രോടോക്ക്, ജ്യോത്സ്യനെ കാണാൻ പറയുമ്പോഴത്തേക്ക് തനി മലയാളി സെറ്റപ്പ് എവിടെങ്കിലും പോയി കാണുമല്ലോ. അതുകൊണ്ട് അമ്മ ആസ്ട്രോളജർ എന്നേ പറയത്തുള്ളൂ ഗൈസ്. ഏതമ്മമാര് മോളെ നീ പോയി ഒരു ആസ്ട്രോളജറിനെ കാണണം എന്ന് പറയുന്ന ഏത് അമ്മയാണെന്ന് എനിക്കറിയത്തില്ല. പാടി നമുക്ക് ഒരു ജ്യോത്സ്യനെ കാണാം എന്നല്ലേ പറയത്തുള്ളൂ. എന്നിട്ട് ആസ്ട്രോളജർ എന്ന് തന്നെ പറയും കേട്ടോ. ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് എത്ര അമ്മമാർക്ക് ഇവിടെ ഈ ആസ്ട്രോടോക്കിന്റെ ആപ്പിനെ പറ്റി അറിയാം? എത്ര അമ്മമാർക്ക് അറിയാം? നമ്മുടെ നാട്ടിലെ ലോക്കൽ ജ്യോത്സ്യന്മാരെയൊക്കെ നമ്മുടെ ശരിക്കും അമ്മമാർക്ക് അറിയാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പണുണ്ട്, അങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൂപ്പർ സാധനം പറഞ്ഞു തരുമെന്നൊക്കെ അമ്മമാര് ലോക്കലായിട്ടുള്ള എല്ലായിടത്തിനും അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും. എത്ര അമ്മമാർക്ക് ആസ്ട്രോടോക്ക് അറിയണം? നമ്മളെ അസ്ട്രോളജറെ കാണണം, അസ്ട്രോളജറുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയണം. ഈ സെയിം സാധനം എവിടെ മൊത്തം അമ്മമാരുടെ കളിയാണ്. ഇവിടുത്തെ മെയിൻ ഹുക്കിംഗ് പോയിന്റ് അമ്മയാണ്. കാര്യം എന്താണ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ജ്യോത്സ്യനെ കാണാനൊക്കെ പോകുന്നത് അമ്മമാരാണ്. അപ്പം ഇവരുടെ സ്ക്രിപ്റ്റിനകത്ത് അമ്മയുടെ പേരെടുത്ത് പറയണം, അങ്ങനെ ഉണ്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് നമ്മുടെ സഞ്ജു ടെക്കി, നിക് വ്ലോഗ്സ്, ഇവർ ഈ സെയിം സാധനം, ഈ സെയിം സ്ക്രിപ്റ്റ് വെച്ച് ഐറ്റം ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരന്ന് 2 കൊല്ലം മുമ്പ് പറഞ്ഞ ആ ഒരു വീഡിയോ ഒന്ന് വെച്ചുതരാം. അന്നേരം അതും ഇതൂടെ കാണുമ്പോഴേക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാവും. ആദ്യം സഞ്ജുവിന്റെ വീഡിയോ കാണാം. അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് മൊത്തത്തിൽ ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയിപ്പോയി. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഓഫീസ് എടുത്തിട്ട് ഞാൻ ഓഫീസ് വിട്ട്, അതുപോലെ തന്നെ വീട് പണിയാണെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിന്ന്. ഇവിടെയും വീട് പണി പകുതിക്ക് വെച്ച് നിൽക്കുവാണ് ഗൈസ്. വീട് പണി എല്ലായിടും വീട് പണിയാണ് പ്രശ്നം. മെന്റലി ആണെങ്കിൽ എനിക്ക് നമ്മൾ മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ മെന്റലി അങ്ങ് ഡൗൺ ആയിപ്പോവും. ആ ഡിസ്റ്റർബിങ്, അതേപോലെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു ആ സമയത്ത്. മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇരുന്നപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ മഹാലക്ഷ്മിയായ മമ്മി പറഞ്ഞത്. എന്തോ പറഞ്ഞത്, പോയൊരു ജോൽസിനെ കാണൂ, ഒരു അസ്ത്രത്രനെ കാണൂ എന്ന് പറയുന്നു. അമ്മയാണ് പറയുന്നത്. സഞ്ജുട്ടക്കിയുടെ അമ്മ പിന്നെ ഇതുപോലെ പുള്ളിക്കാരൻ്റെ വ്ളോഗിനകത്ത് ഇമ്പോർട്ടന്റ് ഘടകമായതുകൊണ്ട് അമ്മയെ കൊണ്ടുവന്ന് നേരിട്ട് പറയിപ്പിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ളവരൊന്നും വ്ളോഗിനകത്ത് അമ്മമാരൊന്നും വരത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇത് അപ്പൊ അമ്മയെ കൊണ്ട് പറയിപ്പിക്കുക. ഞാൻ പറഞ്ഞ കാരണം പിന്നെ നല്ല ഇങ്ങനെ ഉയർച്ചയിൽ പോകുന്നു, കാഴ്ചക്കാർക്കൊന്നും തോന്നുകയല്ല. പക്ഷെ ഫുൾ ടൈം ഇവന്റെ കൂടെ അല്ല വീട്ടിൽ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇങ്ങനെ ആകെ ഡൗണായി ഇവനകത്ത് തന്നെ ഇരിക്കുന്നു, വീഡിയോ ചെയ്യുന്നില്ല. എന്ത് വീഡിയോ ചെയ്യടാ? ദിവസം രാവിലെ ഞാൻ ചോദിക്കും, എടാ നീ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? ഇടാ, ഇന്നെന്തായാലും ഇടും. അല്ലെ ഇവന്റെ പ്രകൃതം അങ്ങനെ അല്ലായിരുന്നല്ലോ, എപ്പോഴും നല്ല ത്രസിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് പോയി എന്തുകൊണ്ടോ കാര്യം ചോദിച്ചിട്ടറിയാം, എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഡൗണായി ഉൾവലിയുന്ന ഒരവസ്ഥ. അപ്പോഴാണ് അന്നേരം ഞാനാണ് ഇവനോട് പറഞ്ഞ, എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ എന്തുവാ ജ്യോതിഷം പറയാൻ പറ്റുന്നില്ല. അതാ പറഞ്ഞേ, കഷ്ടപ്പെട്ട് അമ്മയെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ ജോലിസിനെ പോയി കാണാൻ പറയട്ടെ, ഒന്നോടോ കണ്ടോടും. അന്നേരം ഞാനാണ് ഇവനോട് പറഞ്ഞ, എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ എന്തുവാ ജ്യോതിഷം. അവന് ചിരി വന്നാൻ നൈസായിട്ട് ജ്യോതിഷം ഒതുക്കി. അപ്പം അമ്മയാണ് ഇവിടെയും പറയുന്നത് ജ്യോത്സ്യനെ പോയി കാണാൻ. ഇനി അടുത്തത് നിക് വ്ലോഗ്സ്, ഇതേ കഥ, സെയിം സാധനം തന്നെ. അതുകൂടെ കാണും. ഇതും 2 കൊല്ലം മുമ്പിട്ട വീഡിയോകളാണ്. മൊമെന്റ് അല്ലേ അമ്മ? ഫൈനലി സുഹൃത്തുക്കളെ, നമ്മുടെ ലൈഫിലെ കുറച്ച് ഡ്രീംസുകൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ നമ്മുടെ വീട്, ഇപ്പോ നമ്മുടെ കാർ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? വീടിന് വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെയും വീടാണ് ഗൈസ് പ്രശ്നം. എല്ലായിടവും വീടാണ് പ്രശ്നം. ഇതിനും വേണ്ടി വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ആസ്ട്രോടോക്ക് ഉണ്ടായതുകൊണ്ട് വീട് വെച്ചു എന്നുള്ളതാണ് കേട്ടോ. നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു വീടിന്റെ കാര്യം. ഇപ്പൊ ഈ വീട് ഉണ്ടാക്കുന്നതിന് മമ്മി ഓർക്കുന്നുണ്ടോ? വീട് വെക്കുന്നതിന് ഇപ്പം സ്ഥലം കിട്ടുന്നതിന്, അഥവാ കിട്ടിയത് തന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചേച്ചി പറഞ്ഞ അതേ കാര്യം തന്നെ, സ്ഥലം കിട്ടുന്നതിന് കുറച്ച് ഇഷ്യൂ. സഞ്ജുവിന് ആ ഒരു ചെറിയൊരു പ്രശ്നം ഇല്ലായിരുന്നു. കാര്യം അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് സ്ഥലത്തിന്റെ പ്രശ്നം വന്നില്ല. മറ്റേ ചേച്ചിയുടെ സെയിം കഥ, സ്ഥലത്തിന്റെ പ്രശ്നം.
ഇപ്പൊ നമ്മള് വീട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് നമ്മുടെ അത്രയും പൈസ തന്നെ ഇല്ല. ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പിടിക്കടാ. 2 കൊല്ലത്ത് മുമ്പുള്ള ഇതേ ഡയലോഗാണ് മറ്റേ ചേച്ചിയെ കൊണ്ട് ഇപ്പോഴും പറയിപ്പിച്ചേക്കുന്നത്. നീ ഉള്ള പൈസയാണെങ്കിലോ കുതാഗവ, അതൊക്കെ ഒരു രീതിയിലൊക്കെ അങ്ങോട്ട് പോകുന്നു, ഒരാൾ പറ്റിച്ചോട്ട് പോകുന്നു, അങ്ങനെ ചെയ്യുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ഒരു സ്ഥലം കണ്ടിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് 90,000 റുപ്പീസ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വിവരമില്ല. അല്ല, അവിടെ എന്താ പറഞ്ഞേ, ഞങ്ങൾ സ്ഥലം കണ്ട് അഡ്വാൻസ് കൊടുത്തു 60,000 രൂപയായിരുന്നു അവിടെ. ഇവിടെ 90,000 രൂപ, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. എന്റെ പൊന്നാവേ, എന്ത് പാടേ ഇത് മൊത്തം കംപ്ലീറ്റ് ഉടായിപ്പ്. ഇങ്ങനെ കള്ളത്തരം പറയും, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ ആളുകളെ പറ്റിക്കാവും. ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ മുട്ട് വന്നുകൊണ്ടിരിക്കും. ഞാൻ ശരിക്കും തളർന്നു പോയി. പക്ഷെ അവിടെയും മമ്മി പുള്ളിക്കാരിയാണ്. അപ്പോൾ മമ്മി പറഞ്ഞ്, എടാ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ആസ്ട്രോളജറിനെ കണ്ടിട്ട് നമ്മുടെ ഇഷ്യൂസ് എന്താ കാര്യങ്ങൾ നോക്കുക. പക്ഷേ ആ ഇവിടെയും മമ്മി പറഞ്ഞു ഒരു ആസ്ട്രോളജറിനെ കാണാൻ. പണ്ടാരും എങ്ങനെ ഇത് പറയണേ, ആസ്ട്രോളജറിനെ കാണാൻ മമ്മി പറഞ്ഞു എന്നാണ്. എല്ലായിടും അമ്മമാരാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യം ഇല്ലല്ലോ. ഇത് പക്ക സ്ക്രിപ്റ്റ് സാധനമാണെന്ന് മനസ്സിലായി കൂടി. ഇവരൊക്കെ പറയുന്നത് വെച്ചിട്ട് ഇവരെല്ലാവരും പറയുന്നത് എന്താണ്, ഇവരുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം, ഇവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അന്നേരമാണ് ഇങ്ങനെ ഈ പറയുന്ന ആസ്ട്രോളജറിനെ കാണുന്നത്, അവർ സൊല്യൂഷൻ കൊടുക്കുന്നു. ഇതാണ് എല്ലാവരുടെയും സ്ക്രിപ്റ്റ്. ഇതാണ്. ഇതറിയാതെ കേൾക്കുന്ന ആളുകൾ അയ്യോ പാവം, അവർക്ക് അങ്ങനെ ഗുണമുണ്ടായി എന്നേ വിചാരിക്കൂ. സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇപ്പൊ പേരൊക്കെ മാറ്റി. പണ്ട് പല്ലവികാരുമായിരുന്നു, ഇപ്പൊ ഗായത്രി എന്നായിരുന്നു പേര്. സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവര് ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം മതി, ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും. ഇതുണ്ടെങ്കിൽ A to Z നമ്മൾ കക്കൂസി പോകുന്ന സമയം വരെ അത് നോക്കിയിട്ട് അവർ പറഞ്ഞു തരും. ഇന്ന് രാവിലെ നീ 10 മണിക്ക് പോയില്ല, എല്ലാ ദിവസവും പോകുന്നതാണ് അവർ പറഞ്ഞു തരും, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒമ്പതൊരു ആക്യുറസിയാ. ഞാനത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട വായും തുറന്നിരുന്നു കേട്ടോ. കാരണം അവര് എന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ള ഒരു ചിന്തയായിപ്പോ എനിക്ക്. അപ്പൊ ഈ സാധനം 2 എണ്ണം അങ്ങോട്ട് കിട്ടിയപ്പോഴേ കംപ്ലീറ്റ് ചരിത്രം ഇങ്ങോട്ട് പറയാണ് ഗൈസ്. അപ്പം നമ്മുടെ ശ്രീകുട്ടി ചേച്ചി ഞെട്ടിപ്പോയി. ഈ ഞെട്ടൽ വേറെ 2 എണ്ണോടെ ഞാൻ കാണിച്ചു തരാം. സെയിം ഞെട്ടൽ, സഞ്ജുട്ടക്കിയുടെ ഞെട്ടൽ കാണാം. സഞ്ജുട്ടക്കിയുടെ ഞെട്ടൽ അറിയാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ കാര്യം. എനിക്ക് സത്യം പറഞ്ഞ ഫ്രാങ്കില് എനിക്കത് ഒരു ഒരു വിശ്വാസമില്ല. പറഞ്ഞ ഒരു അമ്മ മറ്റേ അവിടെ പോണ ഈ അമ്പലത്തിൽ, സത്യം പറഞ്ഞ അമ്പലത്തിൽ പോലും അങ്ങനെ എപ്പോഴും പോകാത്ത. പക്ഷെ കുറെ ആയിട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസവും അമ്മ എന്ന് പറയാം, പോയി കാണും, ആരെങ്കിലും പോയി കാണും, ഏതെങ്കിലും ഒരു ആസ്ട്രോളറിനെ അല്ലെങ്കിൽ ആരെങ്കിലും പോയി കാണും, എന്തെങ്കിലുമൊക്കെ വഴിപാടെടുത്ത് അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പ്രാന്ത് പിടിച്ചു. ലിറ്ററലി എന്റെ പീസ് ഓഫ് മൈൻഡ് അങ്ങ് പോയി. ഓക്കെ, ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇത്തിരി ലൂസ് ആകും കഴിച്ചത്. എനിക്ക് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുത്തെ ഓക്കെ ഗിവ് ഇറ്റ് ട്രൈ എന്ന രീതിക്ക് ഞാൻ ഗിവ് ഇറ്റ് ട്രൈ. ഇപ്പോഴാണ് മറ്റേ ഇതിന്റെ പ്രൊമോഷൻ വന്നത്, അതിന്റെ കറക്റ്റ് സമയം മനസ്സിലായോ. ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ത്രൂ ഒരു ആസ്ട്രോളജറിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടാ. പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ പല്ലവി ഗാരു എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ, എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ്, ഫിനാൻഷ്യലി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു. എന്റെ ആളെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായി ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തില്ല, കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് അത് കൂടാണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ. അതെന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എന്റെ ഫാമിലിക്ക് മാത്രം ക്ലോസ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോ എനിക്ക് അതിലോട്ട് ഇത്തിരി വിശ്വാസം വന്നു. ഞാൻ പറഞ്ഞു എന്റെ മോനെ കൊള്ളാമല്ലോ സംഭവം. ഇതാണ് ഗൈസ് സഞ്ജുട്ടക്കിയുടെ ഞെട്ടൽ. അതാ പറഞ്ഞ ഒരു കംപ്ലീറ്റ് സാധനം മൊത്തം A to Z അവർ ഇങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇനി നിക്കുളോഗിന്റെ ഞെട്ടൽ കാണാം. ടൈമിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് എങ്ങനെയാണ് ഈ ഒരു ആസ്ട്രോളജർ നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കിട്ടും. നിവർത്തിയില്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെ എല്ലാ കച്ചിത്തുരുമ്പും പിടിക്കുമല്ലോ. പല്ലവി ഗാരു ഓൺ ആസ്ട്രോട്ടോ. ഇവിടെയും പല്ലവി ഗാരു. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഗായത്രിയായി, അത് അഖിലയൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ മൊത്തം പല്ലവി ഗാരു. ഓക്കെ, ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി മാറി. പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും മാത്രം ചോദിച്ചുള്ളൂ. ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരി എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ വീട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സഞ്ജുട്ടക്കിയുടെ അതേ സെയിം ഡയലോഗ് തന്നെയാണ് ഇവനും കൊടുത്തത്. 2 പേർക്ക് ഒരേ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തത്. ഒന്ന് മാറ്റിയെങ്കിലും ഒന്ന് പറഞ്ഞു വിടറാ, എന്തെങ്കിലും ഒന്ന് മാറ്റി പറഞ്ഞു വിടറാ.
എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനത് കേട്ടോണെ സത്യം പറയാലോ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ഞെട്ടാനുള്ള ഞെട്ടി, ഇവിടെ ഞെട്ടി, ചറവറ ഞെട്ടൽ, എല്ലാവരും ഞെട്ടല, വാക്കുകൾ വരെ സെയിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിച്ചേരുന്നതാണ്. അപ്പം ഞാൻ, മമ്മി, ഡാഡി. സഞ്ജു പറഞ്ഞാൽ നിങ്ങൾ കേട്ടായിരുന്നല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യം പല്ലവികാരും പറഞ്ഞു തരുന്നു. ഈ 3 പേരിൽ ഒതുങ്ങുന്ന സാധനം പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ട്രസ്റ്റായി. സെയിം ഡയലോഗ്, സെയിം സാധനം. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, നമ്മൾ അന്ന് ആ സമയം കറക്റ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാള്, അതായത് ഒരു കറക്റ്റ് പേഴ്സണെ നമ്മൾ പരിചയപ്പെട്ടു, കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു, അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിൽ നമ്മൾ, സ്വപ്നമല്ല യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാം, കരിയർ പ്രോബ്ലം ഉണ്ടാവാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം. അപ്പം നിങ്ങൾ ആ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ അടുത്ത് പോവുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, വീടായി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോൾ ഒരു ആസ്ട്രോളജറെ കണ്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആസ്ട്രോ ടോക്കിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്താ പറയുന്ന പോലെ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. വല്ലാത്തൊരു ഹെൽപ്പാണ്, ചേച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്യല്ലേ. അപ്പോഴത്തേക്കും എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, പാസ്റ്റ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എനിക്ക് 2 സൊല്യൂഷൻ തന്നു, ടു ഫോളോ ഓൺ 9 days. ആൻഡ് അവിടെ തൊട്ട് കാര്യങ്ങളെല്ലാം മാറി. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയത്തില്ല, പക്ഷേ ഇതിങ്ങനെയാണ് 2 സൊല്യൂഷൻ കൊടുക്കും, 9 ദിവസം പരിപാടി നടത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ എല്ലാം മാറും. അടിപൊളി. അങ്ങനെ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 സൊല്യൂഷൻസ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാനും ഒരെണ്ണം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ 9 ദിവസം ഒരു കാര്യം ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സത്യം പറയാമല്ലോ ഗൈസ്, ലോൺ സാങ്ഷനായി. എന്താണെന്ന് അറിയത്തില്ല, ലോൺ സാങ്ഷനായി. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പിയായി. അതല്ല തന്നെ ഇത് എങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ ലാൻഡ് വാങ്ങേണ്ടത്, എപ്പോഴാണ് ഈ ഒരു വീട് ലോക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ എല്ലാം ഇതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊക്കെ ഡീൽ ചെയ്ത് എന്നോട് പറഞ്ഞു തന്നത്, നല്ല സൊല്യൂഷൻ തന്ന്. അപ്പം തന്നെ എന്താ എനിക്കറിയത്തില്ല, എൻ്റെ ലൈഫിൽ അത് എഫക്റ്റീവായി. ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ തന്നെ ഇതാണ് കഥ. എല്ലാവർക്കും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, അവരത് ഫോളോ ചെയ്യും, അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറും. താങ്ക്സ് ടു ആസ്ട്രോട്രോക്ക്. ഇത് ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ ദൂരോട്ട് എങ്ങും പോകണ്ട. ഈ പ്രൊമോഷൻ ചെയ്ത 2 അവന്മാരുണ്ടല്ലോ, 2 കൊല്ലം മുമ്പ് പ്രൊമോഷൻ ചെയ്ത സഞ്ജു ടെക്കിയുടെയും നിക് വ്ലോഗിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇവന്മാർ യൂട്യൂബിലുണ്ടോ എന്ന് പോലും ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ. സഞ്ജു ടെക്കിയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടതാണ് എന്തൊക്കെയാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. അവന്റെ കാറ് പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്നു, ലൈസൻസ് കട്ടാക്കുന്നു, കംപ്ലീറ്റ് ഇത്ര 2-3 വണ്ടി ഉണ്ടായിട്ടും വെറുതെ ഇങ്ങനെ വീട്ടിൽ നിരത്തിയിട്ടേക്കാൻ നല്ലത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ. അത്രയും ആ ചെറുക്കൻ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. എന്നാ പിന്നെ ഈ ആസ്ട്രോട്രോക്ക് എഫക്റ്റീവ് ആണെങ്കിൽ അവൻ ഇത് ഒന്നുകൂടെ നോക്കിയിട്ട് അവന് കര കയറായിരുന്നല്ലോ, അവർ പറയുന്നത് ഫോളോ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ട് അത് പറ്റിയില്ല? എനിക്കൊന്ന് ഈ സാമാനം ചെയ്തതിനു ശേഷം ചെറുക്കന് കഷ്ടകാലം. ഈ പറയുന്ന സഞ്ജു നിക് വ്ലോഗിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ എവിടാണ് പുള്ളി? യൂട്യൂബിൽ വീഡിയോ പോലും ഇടുന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിയുന്നില്ല, കാണുന്ന പോലും ഇല്ല. അപ്പൊ ഇത് ഉടായ്പാണെന്ന് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ ഇപ്പോഴത്തെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലാത്ത അവസ്ഥ. ശ്രീകുട്ടിയൊന്നും സൂക്ഷിച്ച കേട്ടോ, ഇത് ചെയ്തിട്ടുള്ള എല്ലാവരും ഗുണം പിടിക്കാതെ പോയേക്കുവാണ് ചരിത്രം. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അങ്ങനെ ഒരു നിമിത്തമുണ്ട്. ഇത് ചെയ്തവരെല്ലാം പടാരടങ്ങി പോയിട്ടേ ഉള്ളു. ഇന്നതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാൽ മതി, അല്ലേ കുഴപ്പമില്ല. വിശ്വാസം ഇല്ലേ കുഴപ്പമില്ല. ഇനി അടുത്ത വ്യക്തി നമ്മുടെ ബിഗ് ബോസിലെ നൂറ ഇതുപോലത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. നൂറയുടെ വീഡിയോ കൂടെ കാണാം നമുക്ക്. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. 13 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കിയതും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെയും ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി. അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി, ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കെയിം അക്രോസ് ആസ്ട്രോടോക്ക്.
ഐ കെയിം അക്രോസ് ആക്രോത്രോക്ക്. അപ്പൊ ആക്രോത്രോക്കിനകത്ത് 100 എത്തിപ്പെട്ടു. ഇവിടുത്തെയും പ്രശ്നം വീട് തന്നെ, സ്വാഭാവികം. ബഡ്ജറ്റ് പ്രശ്നം, സ്ഥലം കിട്ടുന്നില്ല, ഇതൊക്കെ തന്നെ സ്ഥിരം പങ്ക്തികൾ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആസ്ട്രോത്രോക്ക് പോയി കണ്ടതെന്ന് പറയുന്നില്ല. അപ്പൊ ഉമ്മ ഇതിനകത്തില്ല. അത് മാത്രമാണ് നൂറയുടെ സ്ക്രിപ്റ്റിൽ ചെറിയൊരു മാറ്റം ഉള്ളത്. നൂറയുടെ ഞെട്ടല് കാണാം. ആസ്ട്രോടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, അഖില എന്ന് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പേരൊക്കെ മാറിയുന്നുണ്ട്. ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എൻ്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ട പാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ ഞെത്തിപ്പോയി, ഞെത്തി, നൂറത്തെത്തി. അയ്യോ, ഇത് പറയുമ്പോ തന്നെ എല്ലാവരും ഞെത്താണ്. ഞെട്ടാതെ ഒരു സ്റ്റോറി ഇവർക്ക് ഇല്ല കേട്ടോ. ഞെട്ടാത്ത സ്റ്റോറി ഇല്ല. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതിൽ 2 of them turned out completely true. അപ്പൊ എനിക്ക് ടോട്ടലി ട്രസ്റ്റ് ആയി. എപ്പോഴാ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാ, വീടെടുക്കാൻ എപ്പോഴാ പറ്റുക, ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം സോർട്ടായി. എന്തിന്, എനിക്ക് ബിഗ് ബോസ് പോലും കിട്ടി. വിച്ച് മീൻസ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ നൂറ ആത്രോത്രോക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഗൈസ് പറയുന്നത്. ആത്രോത്രോക്ക് സീരിയസ്ലി? അങ്ങനെയാണെങ്കിൽ നീ ബിഗ് ബോസിൽ പോകുമെന്നും നീ 8 പൊട്ടുമെന്നും നിന്റെ തലയിലെ പെയിൻ കാരണം നീ അപമാനിതയാവുമെന്നും ആത്രോത്രോക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അത് പറഞ്ഞില്ലേ? നിന്റെ ഗ്രഹനിലയും മറ്റേത് കൊടുത്ത സമയത്ത് തലയിലെ പെയിന്റെ കാര്യമൊന്നും അവര് കണ്ടില്ല, പറഞ്ഞില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നീ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള തെളിവ് നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചുമ്മാ തള്ളുവാണ്, വന്നിരുന്ന് അടിച്ചു വിടുകയാണ്. ഇത് ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ട് കുറെ കാലം ആയല്ലോ. എന്നിട്ട് ഇപ്പോഴാണോ ഇതിന്റെ ഗുണം കിട്ടിയത്? ഇത് ബാക്കി എല്ലാവർക്കും അപ്പൊ തന്നെ കിട്ടി കേട്ടോ. ഇത് യൂസ് ചെയ്തപ്പോ തന്നെ കിട്ടി എല്ലാവർക്കും ഗുണം. ഒരുത്തൻ യൂസ് ചെയ്തപ്പോ തന്നെ പിറ്റേ ദിവസം തന്നെ ലോങ് സാങ്ഷനായി. അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നു. സ്ഥലം കച്ചവടമൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടായിരുന്നു. നിറയ്ക്ക് എന്താ വൈകിപ്പോയത്? ഇപ്പോഴാണോ പ്രൊമോഷൻ കിട്ടിയത്? പ്രൊമോഷന്റെ കോഡ് വന്ന് ഇപ്പോഴായിരിക്കും. അതാ ഭയങ്കര വിശ്വാസം യാത്രാത്തോക്കില് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ കഥകൾ കേട്ട് ഇറങ്ങിയേക്കുക. എന്റെ ഡ്രീം ഹൗസിലേക്കുള്ള 40% കാശ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. താങ്ക് യു അഖില മാം, താങ്ക് യു ആസ്ട്രോടോക്ക്. ഇഫ് യു അല്ല, നീ ബിഗ് ബോസിൽ പോയ സമയത്ത് ഇതല്ലല്ലോ പറഞ്ഞത്. 40% മാത്രമേ ഇപ്പൊ വീടിന് കൊടുത്തിട്ടുള്ള. ബിഗ് ബോസിൽ നോർത്തിത്ത പറഞ്ഞ എന്താണ് നമുക്കൊന്ന് കേൾക്കാം. ബിഗ് ബോസിൽ പോയ സമയത്ത് വീടിനെ പറ്റി ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ, ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? ഞാൻ പർട്ടിക്കുലർ ടൈമിൽ വീടെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തള്ളിയതാണോ? അന്ന് വീടെടുത്ത് നീ എന്തിനാണ് ഇപ്പൊ ഈ 40% കൊടുത്തത്? 40% പ്രൊമോഷൻ പൈസ ഇപ്പോഴായിരിക്കും കിട്ടിയത്. അന്നത്തെ വെറും വീടായിരിക്കും ഗൈസ്. ഇത് ഡ്രീം വീട്. വ്യത്യാസമുണ്ട് കേട്ടോ. ഡ്രീം വീട് വ്യത്യാസമുണ്ട്. അതായിരിക്കും ഇങ്ങോട്ട് പോയിന്റ്. പക്ഷെ വേറൊരു വീഡിയോയിൽ നീ ഇതും മാറ്റി പറയുന്നുണ്ട്. എന്റെ വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ കേസ് ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേൾക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ്. ടാങ്കോ ആപ്പിലൂടെ ആണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ട്. ശരിക്കും സത്യം അങ്ങനെയാണോ നോറ? ഞാൻ വീട് വെച്ചത് ടാങ്ക് അപ്പിലെ പൈസ കൊണ്ടല്ല. എനിക്ക് ടാങ്ക് അപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എൻ്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അവരെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ കേസ്. അതെ, അതാണ് നേരത്തെ പറഞ്ഞ സ്ട്രീമിങ്. സിസ്റ്റേഴ്സ് എല്ലാവരുടെ ഗോൾഡ് തന്നിട്ട് അതിനായിട്ട് സ്ട്രീമിങ്. ഗോൾഡിനെ മേടി കടം മേടിക്കുന്ന സ്ട്രീമിങ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ ലൈക്ക് മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീർന്ന പ്രശ്നം. നീ ആദ്യം എവിടെങ്കിലും ഒരിടത്ത് നിക്ക്. വാ തുറന്നു കഴിഞ്ഞാൽ കള്ളത്തിന് മാത്രം. നിനക്കൊക്കെ പറ്റിയ ആപ്പാണ് ആസ്ട്രോത്രോക്ക്. പറ്റിയതാ. ഇങ്ങനെയുള്ള ടീംസിനെ പ്രൊമോഷന് വിളിക്കത്തുള്ളൂ. 2-3 കൊല്ലം മുമ്പ് വീട് വെച്ചവൾ ഇപ്പം പിന്നെയും വീട് വെക്കാൻ നടക്കുന്നു. നിനക്കെന്താ റിയൽ എസ്റ്റേറ്റിന്റെ കച്ചവടം വല്ലതുകൊണ്ടാ വീട് വെച്ചിട്ട് വിൽക്കുന്നത്? സീരിയസ്ലി ഗൈസ്, ഈ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണമുണ്ടാകും. 100% ഗുണമുണ്ടാകും. ഞാൻ എടുത്തു പറയുന്നു, 100% ഗുണമുണ്ടാകും. അത് നിങ്ങൾക്കല്ല, ഇതിന്റെ ഓണർ ഒരുത്തരുണ്ട്, പുനീത് ഗുപ്ത. അവന് ഗുണമുണ്ടാവും. ഇവന്റെ സ്റ്റോറി പറയുന്ന വേറൊരു വീഡിയോ ഞാൻ വെക്കാം, നിങ്ങളൊന്ന് കേക്ക്. ഞാൻ ഒരാളുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് ആരാന്ന് അറിയോ നോക്കണേ. ഡെയിലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർമാരുടെ ഇൻസ്പയറിങ് ആൻഡ് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറി ഞാൻ പറയാം.
പുനീത് ഗുപ്തയാണ് ഇത്. അയാളുടെ സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അയാളുടെ ലിങ്ക്ഡിൻ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു വെറുതെ പറയണല്ല, അവിടുന്ന് വായിച്ചൊരു സാധനമാണ്. ഇയാളൊരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. ഇയാൾക്ക് ഒരു അപ്പർ മിഡിൽ ക്ലാസ് പെൺകുട്ടിയുമായിട്ട് പ്രേമം ഉണ്ടാവുന്നു. 9 to 5 ജോബുള്ള ഒരു സാധാരണക്കാരൻ. പക്ഷേ ഒരു ഇവര് ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ കാലിൽ ഒരു കാർ വന്ന് ചെളിയെറിപ്പിച്ചു. അപ്പോൾ ഇവള് ഭയങ്കര ചൂടായി. ഞാൻ ബെൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇതിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇവൻച്വലി ബ്രേക്കപ്പ് ആവുകയാണ്. സോ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല മാർഗം ആസ്ട്രോളജി വിൽക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞത്. അതിന് അയാൾ ആദ്യം ഒരു IT സർവീസ് കമ്പനി നടത്തി, അത് പൂട്ടിപ്പോയി. അത് പൂട്ടും എന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതൊരു കോവർക്കർ പറഞ്ഞിരുന്നു ഇത്രയും ആസ്ട്രോളജി നോക്കിയിട്ട്. അങ്ങനെയാണ് ഇയാൾ ആസ്ട്രോടോക്കിലേക്ക് എത്തുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ബേസിക്കലി പൈസ ഉണ്ടാക്കാൻ ഇത്രയും നല്ല സാധനം വേറെ ഇല്ലാന്ന് മനസ്സിലാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇയാൾക്ക് ആസ്ട്രോളജിയുമായിട്ട് കുടുംബപരമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. മൂലക്കുരുവൻ ചികിത്സിക്കുന്ന ഏതൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയ പരിപാടിയാണ് ആസ്ട്രോടോക്ക്. ഇന്ത്യയിൽ ഇതിനേക്കാൾ വേഗത്തിൽ വളരുന്ന ഒരു ബിസിനസ് വേറെ ഇല്ല, സംശയമാണ്. അത്രയും വിശ്വാസികളാണ് ഇതിനകത്ത് വന്ന് പെടുന്നത്. ഒരാൾ വൺസ് വന്ന് പെട്ട് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് അവരുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിന്നിങ് ഫോർമുല. നിലവിലത്തെ കണക്ക് പ്രകാരം 2500 കോടി രൂപയാണ് ഈ ആപ്പിന്റെ, ഈ കമ്പനിയുടെ ആസ്തി. 2024 656 കോടിയായിരുന്നു ഇതിന്റെ ആസ്തിയെങ്കിൽ 2025 ആയ സമയത്ത് 1214 2026 ആയപ്പോൾ 2500 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടൈംസ് ആണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024-25 ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 85% ആണ്. അത്രയും ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകളുടെ വിശ്വാസത്തെ, നമ്മുടെ പേടിയെ, നമ്മുടെ ഇമോഷൻസിനെ അത് മുതലെടുത്ത് അതിനെ ചൂഷണം ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ആപ്പുകൾ നമ്മുടെ നാട്ടിൽ വളരുന്നത്. ഈ ആപ്പിന്റെ ടോട്ടൽ റവന്യൂയുടെ 80% ഇന്ത്യയിൽ നിന്നാണ്, 20% പുറത്തുനിന്നും വരുന്നുണ്ട്. ഇന്ത്യ ഇതിന് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റാണ്. ഈ ലോകത്തുള്ള ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു സാധനം വളർന്ന് പന്തലിക്കാൻ ഏറ്റവും ബെസ്റ്റസ്റ്റ് മാർക്കറ്റ് ഇന്ത്യയാണ്. അത് മനസ്സിലാക്കി ഏവൻ ഒരു ആസ്ട്രോളജിയുടെ പാരമ്പര്യം ഇല്ലാത്ത ഒരുത്തൻ ഉണ്ടാക്കിയ ഒരു ആപ്പാണിത്. ഇന്ത്യക്കാരെ പറ്റിക്കാതിനേക്കാളും നല്ലൊരു മാർഗം വേറെ ഇല്ല. ഇവർ ഒരു ദിവസം ഈ ഒരു ആപ്പ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയോളമാണ് ചെലവാക്കുന്നത്. അത്രയും അഗ്രസീവ് ആയിട്ടുള്ള പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് പരിപാടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഞാൻ നേരത്തെ കാണിച്ച ഗ്രോത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗ്രൗണ്ട് ലെവൽ, വളരെ താഴേക്കിടയിൽ കിടക്കുന്ന ചെറിയ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സിനെ കൊണ്ട് വരെ ഇവർ ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു. ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു. ഹിന്ദിയിലെ രൺവീർ കപൂർ, മലയാളത്തോട്ട് വരുവാണെങ്കിൽ അപർണ ബാലമുരളി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മമത മോഹൻദാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ, പേരെടുത്ത് പറയാൻ പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്രയും പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല, അത് മുതലെടുക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം സാധാരണക്കാരാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവർ. ഏതെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പിടിച്ച് കീറാമെന്ന് വിചാരിച്ചിരിക്കുന്നവൻ, ബുദ്ധിമുട്ടി പണ്ടാരടങ്ങുന്നവനെ പിന്നെയും പറ്റിച്ച് അവന്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ട് അടിച്ചോണ്ട് പോകുന്ന പരിപാടി. ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇവന്മാർ ചൂഷണം ചെയ്യുന്നത്. അതിന് വളം വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ക്യാഷ് വാങ്ങി എന്ത് കള്ളത്തരവും തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്ന ഇതുപോലുള്ള കുറെ കൊണച്ച യൂട്യൂബേഴ്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാമേഴ്സ്, സോ കാൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അവർക്ക് അന്നം കൊടുക്കുന്ന അവരുടെ വ്യൂവേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർ. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒറ്റ വിശ്വസിക്കരുത്. നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ മേടിച്ചോണ്ട് വന്നിട്ട് കൊണക്കുന്ന ടീംസ് ആണ് ഇതൊക്കെ. അല്ലാതെ ജീവിതത്തിൽ നല്ല അനുഭവം ഒന്നും എടുത്ത് വെച്ച് പണയുന്നൊന്നും അല്ല. സ്ക്രിപ്റ്റ് വന്ന് അഭിനയിച്ച് കാണിക്കുന്നു തന്റെ ജീവിതത്തിൽ നടന്ന പറഞ്ഞിട്ട്. ഉളുപ്പുണ്ടോ ഇവരൊക്കെ? ഉളുപ്പ്, നാണവും മാനവും ഇല്ലാത്ത പരിപാടി. എന്ത് തീട്ടക്കണ്ടിയാണെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ നടത്തും. അങ്ങനെ കുറെ അപരാധികൾ. കൂടുതൽ ഒന്നും പണയാനില്ല. അപ്പൊ ശരി.